മാധവ് ഗാഡ്ഗിൽ ഇനി ഓർമ്മയാണ്. നാളത്തെ തലമുറ മാധവ് ഗാഡ്ഗിലിനെ ഓർത്താൽ മാത്രം പോരാ, അറിയുകയും വേണം. എന്തുകൊണ്ട് മാധവ് ഗാഡ്ഗിലിനെ ജനങ്ങളുടെ ശാസ്ത്രജ്ഞനെന്ന് നമ്മുടെ കുട്ടികൾ അറിയണം. ആരായിരുന്നു കേരളത്തിന് മാധവ് ഗാഡ്ഗിൽ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ മലനിരകളിൽ നിന്ന് ഉയരുന്ന തണുത്ത കാറ്റാണ് മാധവ് ഗാഡ്ഗിൽ എന്ന്. പരിസ്ഥിതിയുടെ മനസാക്ഷിയായിരുന്നു ആ മനുഷ്യൻ. ഗാഡ്ഗിലിനെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്ന എത്രയെത്ര ജീവനുകൾ, നിലനിർത്താമായിരുന്ന എത്രയെത്ര വാസസ്ഥലങ്ങൾ. ഗാഡ്ഗിലിന് പരിസ്ഥിതി പഠനങ്ങളിൽ ഒതുങ്ങിയില്ല. നമ്മുടെ നദികളും നമ്മുടെ കാടുകളും നമ്മുടെ മലനിരകളും അത് വരും തലമുറയ്ക്കായി സംരക്ഷിക്കാനാണ് ഗാഡ്ഗിൽ ശ്രമിച്ചത്. ഇന്നൊരു പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം ഓർക്കുന്ന പേരായി ഗാഡ്ഗിൽ മാറി. ക്വാറികൾ ഉണ്ടായിട്ടും മഴ പെയ്തല്ലോ എന്ന് ഗാഡ്ഗിലിനോട് ചോദിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു കേരളത്തിൽ. 2013 പശ്ചിമഘട്ടം ആകെ തകർന്നിരിക്കുന്നുവെന്ന് ഗാഡ്ഗിൽ പറഞ്ഞത്. 4-5 വർഷം കഴിഞ്ഞാൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ പലരും പരിഹസിച്ചു. ഇന്ന് കാലം പറയുന്നു ഗാഡ്ഗിലായിരുന്നു ശരിയെന്ന്. ഗാഡ്ഗിൽ മാത്രം. It is a natural event which has triggered a man-made calamity. It is not as if it is simply because there is so much rain we are in trouble. Kerala is in trouble, as in much of the rest of the India we have problems because of unwise use of land and water by human beings. രാജ്യവും ലോകവും ആദരിച്ച മനുഷ്യനെ ശല്യക്കാരനായ പരിസ്ഥിതിവാദിയെന്ന് മുദ്ര കുത്താനായിരുന്നു ധൃതി. പരിസ്ഥിതി ലോല മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും നിരോധിക്കേണ്ടതുമായ പ്രവർത്തനങ്ങൾ ഗാഡ്ഗിൽ അക്കമിട്ട് നിരത്തി. വ്യവസായങ്ങളിൽ നിന്നും കാലാവസ്ഥാ പ്രതിസന്ധിയിൽ നിന്നും പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹാർവാർഡ് സർവകലാശാലയുടെ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി പരിസ്ഥിതി സംരക്ഷണം ഐച്ഛികമല്ല എന്ന് ഗാഡ്ഗിൽ നമ്മളോട് പറഞ്ഞു. വികസന വിരോധിയായിരുന്നില്ല ഗാഡ്ഗിൽ, പരിസ്ഥിതിയോട് നീതിയുള്ള വികസനത്തിന്റെ വക്താവായിരുന്നു മാധവ് ഗാഡ്ഗിൽ. ഹരിതാക്ഷരങ്ങളിൽ നമുക്കോർക്കാം മണ്ണിനും മലകൾക്കും മനുഷ്യർക്കുമായി ജീവിച്ച പരിസ്ഥിതിയുടെ കാവൽക്കാരനെ.